ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് HSI സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് വചനങ്ങൾ മാത്രം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് ശ്രീനാരായണ ഗുരു. ഞാൻ പ്രതീക്ഷിച്ചത് ഈഴവ ശിവനെയാണ്, നാം പ്രതീക്ഷിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നാണ് ഗുരു പറഞ്ഞതെന്ന വാദം നിലവിലുണ്ട്. സംഘടിക്കുക, ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക പറഞ്ഞത് ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരു. ഇത്തരത്തിലുള്ള ഗുരുവചനങ്ങൾ ഓർത്തുവയ്ക്കുക. PSCയിൽ അതിൽ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീലങ്ക വിസിറ്റിനെ കുറിച്ചാണ്. ദി ഓൺലി ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു ഈസ് ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു വിസിറ്റ് ചെയ്ത ഒരേ ഒരു ഫോറിൻ രാജ്യമാണ് ശ്രീലങ്ക. ഗുരു വിസിറ്റഡ് ശ്രീലങ്ക ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 1918. 1918 അദ്ദേഹം ആദ്യമായി ശ്രീലങ്കയിലേക്ക് പോയത്. ദി സെൻറ്റിനറി ഓഫ് ഗുരു വിസിറ്റഡ് ടു ശ്രീലങ്ക വാസ് സെലിബ്രേറ്റഡ് ഇൻ 2018. അതിൻ്റെ സെൻറ്റിനറി നമ്മൾ ആഘോഷിച്ചത് 2018. ദി ഡിസൈപ്പിൾ ചൂസൺ ബൈ ഗുരു ടു സ്പ്രെഡ് ഹിസ് മെസ്സേജ് ഇൻ ശ്രീലങ്ക. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ശ്രീലങ്കയിൽ അത് സ്പ്രെഡ് ചെയ്യാൻ അദ്ദേഹം ചൂസൺ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിളായിരുന്നു സ്വാമി സത്യവരദ. ഗുരു സെക്കൻഡ് വിസിറ്റ് ടു ശ്രീലങ്ക വാസ് 1926. അദ്ദേഹത്തിൻ്റെ രണ്ടാം വിസിറ്റ് ശ്രീലങ്കയിലേക്കുള്ള രണ്ടാം വിസിറ്റ് 1926. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവയ്ക്കുക. SNDP യോഗം വാസ് ഫൗണ്ടഡ് ഓൺ 15th May 1903. അതായത് SNDP യോഗം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് മെയ് 15, 1903. ദി ഫസ്റ്റ് ആൻഡ് ദി ലൈഫ് ടൈം പ്രസിഡന്റ് ഓഫ് SNDP ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. ദി ഫസ്റ്റ് മൗത്ത് പീസ് ഓഫ് SNDPയുടെ ആദ്യത്തെ മൗത്ത് പീസ് ആയിരുന്നു വിവേകോദയം. 1904 വിവേകോദയം പ്രസിദ്ധീകരിച്ചത്. ദി പബ്ലിക്കേഷൻ വിച്ച് വാസ് നോൺ ആസ് ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പബ്ലിക്കേഷനാണ് വിവേകോദയം. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയത്തിൻ്റെ ആദ്യ ഔദ്യോഗിക പത്രാധിപരാണ് M. ഗോവിന്ദൻ. ദി പ്രസൻറ്റ് മൗത്ത് പീസ് ഓഫ് SNDP. ഇപ്പോൾ SNDPയുടെ മൗത്ത് പീസ് എന്ന് പറയുന്നത് യോഗനാഥമാണ്, ഓർത്തുവയ്ക്കുക. അടുത്തതായി പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ. ദി ഫേമസ് ഡിസൈപ്പിൾ ഓഫ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ഡോക്ടർ പൽപു, കുമാരനാശാൻ, നടരാജഗുരു എന്നിവർ. ദി ഫസ്റ്റ് സന്യാസ ഡിസൈപ്പിൾ ഓഫ് ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യനായിരുന്നു ശിവലിംഗ സ്വാമികൾ. ദി ലാസ്റ്റ് സന്യാസ ഡിസൈപ്പിൾ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്യാസ ഡിസൈപ്പിൾ ആരായിരുന്നു? അനന്തതീർത്ഥ സ്വാമികൾ. ദി ഡിസൈപ്പിൾ നോമിനേറ്റഡ് ബൈ ഗുരു ഹിംസെൽഫ് ആസ് ഹിസ് സക്സസർ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത ഡിസൈപ്പിൾ ആരായിരുന്നു? ബോധാനന്ദ സ്വാമികൾ. ഫസ്റ്റ് യൂറോപ്യൻ ഡിസൈപ്പിൾ ഓഫ് ഗുരു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ഡിസൈപ്പിൾ ശിഷ്യനായിരുന്നു ഏണസ്റ്റ് കിർക്ക്. അപ്പോൾ ഇത് ഓർത്തുവയ്ക്കുക. ദി ഫസ്റ്റ് ടെമ്പിൾ കോൺസിക്രേറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആദ്യം പ്രതിഷ്ഠിച്ച ടെമ്പിൾ ഏതായിരുന്നു? അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ബിൽറ്റ് അരുവിപ്പുറം ടെമ്പിൾ ഇൻ. ഏത് വർഷമാണ് അദ്ദേഹം നിർമ്മിച്ചത്? അരുവിപ്പുറം ടെമ്പിൾ 1887. ശ്രീനാരായണ ഗുരുസ് ഫേമസ് അരുവിപ്പുറം കോൺസിക്രേഷൻ വാസ് ഇൻ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള അരുവിപ്പുറം കോൺസിക്രേഷൻ പ്രതിഷ്ഠ എന്നായിരുന്നു? 1888 ഫെബ്രുവരി. 1888 ഫെബ്രുവരി മാസത്തിൽ. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ദീസ് വേർഡ്സ് ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ എ പ്ലാക്യു അറ്റ് അരുവിപ്പുറം ടെമ്പിൾ. ഇത് എഴുതി വച്ചിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ടെമ്പിളിലാണ്. ജഗന്നാഥ് ടെമ്പിൾ ഇൻ തലശ്ശേരി വാസ് കോൺസെക്രേറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു ഇൻ 1908. ജഗന്നാഥ് ടെമ്പിൾ, തലശ്ശേരിയിലുള്ള ജഗന്നാഥ് ടെമ്പിളും പ്രതിഷ്ഠിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. 1909. ദി ഫൗണ്ടർ ഓഫ് ശാരദ ടെമ്പിൾ അറ്റ് വർക്കലയിലെ ശാരദ ടെമ്പിൾ സ്ഥാപകനും ശ്രീനാരായണ ഗുരുവാണ്. 1912. ഗുരു എസ്റ്റാബ്ലിഷ്ഡ് കുദ്രോളി
ഗോകർണനാഥ ടെമ്പിൾ അറ്റ് മാംഗ്ലൂർ കർണാടക. അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച കുദ്രോളി ഗോകർണനാഥ ടെമ്പിൾ എവിടെയാണ്? മാംഗ്ലൂർ കർണാടകത്തിലാണ്. ഗുരു ഓം നോടൊപ്പം സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകളും ആലേഖനം ചെയ്ത പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം മുരുക്കുമ്പുഴ ക്ഷേത്രം. ഓർത്തുവയ്ക്കുക, ഗുരു ഓമിനോടൊപ്പം സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകളും ആലേഖനം ചെയ്ത പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം മുരുക്കുമ്പുഴ ക്ഷേത്രം. ദി ടെമ്പിൾ അറ്റ് വിച്ച് ഗുരു കോൺസെക്രേറ്റഡ് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കാരമുക്ക് വിളക്കമ്പലം ക്ഷേത്രം. കാരമുക്കിലെ തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കിലെ വിളക്കമ്പലം ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നിലവിളക്ക് സ്ഥാപിച്ചത്. ദി മിറർ കോൺസെക്രേറ്റഡ് ടെമ്പിൾ ബൈ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കലവംകോണം ടെമ്പിൾ, ഉല്ലല. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കലവംകോടം ടെമ്പിൾ ആൻഡ് ഉല്ലാലയിലും കലവംകോടം ടെമ്പിളിലുമാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ദി ഫസ്റ്റ് മിറർ കോൺസെക്രേറ്റഡ് ടെമ്പിൾ ബൈ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കലവംകോടകം ടെമ്പിൾ 1927 കലവംകോടം ടെമ്പിളിലാണ്. ദി ലാസ്റ്റ് ടെമ്പിൾ കോൺസെക്രേറ്റഡ് ബൈ ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠിച്ചത് ഉല്ലല, വെച്ചൂരിലുള്ള ഉല്ലലയിലാണ് അവസാനമായിട്ട് അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയത്.